വിക്രമിന്റെ മുത്തുവിന്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ മുത്തു വളരെ സന്തോഷത്തിനാണല്ലോ. എന്താണ് ഞങ്ങളെ എല്ലാവരും കൂടി കേരളം ഒട്ടാകെ കാത്തിരുന്ന ആ മലയാളം സിനിമ പോയി ഞങ്ങളും കണ്ടു. എമ്പുരാൻ. അപ്പൊ ഞങ്ങൾ റിവ്യൂ പറയാൻ വേണ്ടി വന്നതല്ല, ജസ്റ്റ് ആ കണ്ട ഒരു സംഭവം എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. ഞങ്ങളൊരു 10-15 ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റിൽ നിന്ന് എല്ലാരും കൂടിയാണ് പോയി കണ്ടത്. അത് നമ്മള് ആപ്പൊക്കെ ക്രാഷ് ആയി പറഞ്ഞപ്പോ ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് ഒത്തിരി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ കണ്ടാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല, റെക്കമെൻഡ് ഒക്കെ ചെയ്തിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. പക്ഷെ ഇന്നലെ ചെന്നപ്പോ ടിക്കറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒരു റോ മൊത്തം അങ്ങ് ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി വിശാലമായിരുന്ന് എമ്പുരാൻ കണ്ടു. വളരെ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ തുടക്കം മുതലേ തോന്നിയത് ഒരു ഇംഗ്ലീഷ് ഫിലിം കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ല മേക്കിംഗ് ഒക്കെ ആയിരുന്നു. കാരണം ഭയങ്കര ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു. കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തൊരു ത്രസിപ്പിക്കുന്ന ഒരു സാധനം. പെട്ടെന്ന് ഇങ്ങനെ ഷോട്ടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കരമായ സൗണ്ട് കുറച്ച് അരോചകമായിട്ട് എനിക്ക് തോന്നിട്ടോ. ഞാൻ കുറച്ച് നേരത്തൊക്കെ ചെവി കുത്തിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഒച്ച പോലെ തോന്നി. ശരിക്കും നമ്മൾ ഈ കാർട്ടൂണിൽ ഇങ്ങനെ പിക്ചറുകൾ ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുമല്ലോ തുടർച്ചയായിട്ട്. അതാണല്ലോ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നത്. അതുപോലത്തെ ഒരു സാധനമായിരുന്നു ആദ്യ കുറെ സമയം. പിന്നെ അതിനുശേഷം എന്താന്നറിയില്ല, ലാലേട്ടനെ നമുക്ക് ആ കോട്ടിട്ട് ഇങ്ങനെ ആ സ്ലോ മോഷനിലൊക്കെ നടക്കുമ്പോ ലാലേട്ടൻ ഡോണായിട്ട് അവതരിപ്പിച്ച രാജാവിന്റെ മകൻ മറ്റേ 20-ാം നൂറ്റാണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താന്നറിയില്ല, ഇതിനകത്ത് അങ്ങോട്ട് ഒരു മെനയാവാത്ത പോലത്തെ അങ്ങനെ എനിക്ക് തോന്നി. നമ്മൾ കുറച്ച് നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കണം ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കാൻ. അതായത് ഒരു ഓപ്പൺ മൈൻഡോടെ പോയിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം കുറച്ചു നേരം റഷ്യ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചൈന, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സെനഗൽ, ഇങ്ങനെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഇത് എന്താ പറയാ, അത്രയും ശ്രദ്ധിച്ചിരുന്ന് നമ്മളെന്താ പറയാ ഒരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന പോലെ. ഓക്കെ, സെനഗൽ മൂവ് ടു റഷ്യ, ഫ്രം റഷ്യ ടു പാകിസ്ഥാൻ, ഈ രീതിയിൽ നമ്മൾ കളക്ട് ചെയ്ത് വീട്ടിലിരുന്ന് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സാഹചര്യം. അത് എന്റെ ബുദ്ധി കുറവായിരിക്കും കേട്ടോ, എല്ലാവരും അവസ്ഥ ഇതായിരിക്കില്ല. ഞാൻ ലാലേട്ടൻ്റെ ഒരു പടം, കാത്തിരിക്കുന്ന ഒരു പടം, എന്താ എന്നിട്ടും തുടരും. അതിനുവേണ്ടിയാണ് ഞാൻ അതിന്റെ ട്രെയിലർ കണ്ടായിരുന്നു. എന്താ പറയാ, നല്ലൊരു രസം തോന്നി. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഫിലിമാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി അത്തരത്തിലുള്ള ലാലേട്ടനെയാണ് ഇഷ്ടം. ഇത്രയും ബഹളവും ഓട്ടം ചാടൊക്കെ ആ ഭാവത്തിനെ കൊണ്ട് എന്തിനാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ വെച്ചാൽ ഇത് എല്ലാവരും കാണും കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാളികളെല്ലാം കാണും. പക്ഷെ ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള സിനിമയാണോ എന്നൊക്കെ ചോദിച്ചാൽ, ഈ ബാഹുബലി അല്ലെങ്കിൽ KGF പോലുള്ള സിനിമയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഒരു അഭിപ്രായം ഇല്ല. നോർമലായിട്ട് പറയാം, ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു 1 ടൈം വേണമെങ്കിൽ പോയി കാണാം. ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും ബുദ്ധിമുട്ടി ഒരു സംഭവം ഇറക്കിയതല്ലേ, അപ്പോൾ നമ്മളൊന്നും പോയി ഒരു പ്രാവശ്യം കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ അതൊക്കെ ഇമ്പ്രസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഫോർ മീ അല്ല കേട്ടോ. ഈ സത്യം പറഞ്ഞ ഇവർ ഏത് തരം ഓഡിയൻസിനായിരിക്കും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങളൊന്ന് പറഞ്ഞു. എനിക്ക് തോന്നി എന്താ പറയാ, എനിക്ക് ഇത് പടം കണ്ടു ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തോന്നിയത്, നമ്മുടെ ഈ തെലുങ്കില് ഒരു പുള്ളിയുണ്ട് ബാലയ്യ. സത്യമായിട്ട് പറഞ്ഞ മോഹൻലാലിനെ മാറ്റിയിട്ട് ബാലയ്യനെ വെച്ച് കഴിഞ്ഞാല് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല മൂവില്. കുറെ ഡയലോഗ്സ് ഒക്കെ പ്രായമായിട്ടോ. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ പറയണമല്ല, മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മളിപ്പോ പലരും മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ അവരെ നോക്കിയിട്ട് കളിയാക്കും. ഓ, ഇവര് ഒരാൾ കൈ വീശുമ്പോ 10 പേര് വീഴും. സത്യം, നമ്മളിപ്പോ ബാലയുടെ എത്ര ട്രോൾ വീഡിയോസ് കാണുന്നു. പക്ഷെ ഇത് ഇതേ സാധനം തന്നെ ആയിരിക്കും ഈ തെലുങ്കന്മാര് ലാലേട്ടനെ വെച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഞാൻ RRR കണ്ടപ്പോ ഫസ്റ്റ് ദിവസം ഞാൻ കണ്ടു. അപ്പൊ അവിടെ കുറെ തെലുങ്ക് ആൾക്കാരാണ് വന്ന് കണ്ടത്. അപ്പൊ അവര് ബാലയ്യ ഫാൻസ് അതിലുണ്ട്. ബാലയ്യ സിനിമയിലില്ല, പക്ഷെ ബാലയ്യ വന്നിട്ട് അവര് വന്നിട്ട് അവിടെ വിളിക്കുന്നു. ഭയങ്കര മൂഡ്, ഭയങ്കര അടിപൊളി ബഹളം. അപ്പോ അവർക്ക് ആ പുള്ളിയോടുള്ള ഒരു ആരാധന ഉണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് ലാലേട്ടനോട്. അതായത് ഈ കുറെ സിനിമകളിലൂടെ നമ്മൾ കണ്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണല്ലോ ആ മുഖം. അപ്പൊ നമുക്ക് ഇദ്ദേഹം നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ, നമുക്ക് അറിയാവുന്ന ഒരാളെ പോലെ, ആൾക്ക് നമ്മളും അറിയില്ല, പക്ഷെ നമുക്ക് എല്ലാവരും അറിയാലോ. ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഈ പുള്ളി, സത്യം പറഞ്ഞാൽ വേറെ കാര്യം പറയാട്ടോ, ലാലേട്ടൻ ഞങ്ങളുടെ അയൽവാസിയാണ്. ഒരു 4 വീടപ്പുറമാണ് പുള്ളി താമസിക്കുന്നത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ ഇതാ തോന്നിയത്. കാരണം സിനിമയുടെ ടോട്ടാലിറ്റി നോക്കി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിന്റെ മറ്റൊരു ഫൈറ്റ് ഉണ്ട് ഈ രാജുവും പുള്ളിയും കൂടി ഉള്ളത്. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഒക്കെ ഓക്കെ. പക്ഷെ അത് ഒരു ആവശ്യമില്ലാത്ത ഒരു
കുത്തിക്കേറ്റൽ പോലെ എനിക്ക് തോന്നി. കാരണം അത് മിക്കണ്ട ഗണ്ണും കാര്യങ്ങളും ഒക്കെ കയ്യിലുണ്ടായിട്ടും കത്തികൾ എക്സ്ചേഞ്ച് ചെയ്ത് കുത്തിക്കളി എന്തിനാ വിഷയം. എനിക്ക് ആ കോൺസെൻട്രേറ്റ് ആ സമയത്ത് എന്റെ മനസ്സിൽ എന്താ പറയുക, ഇദ്ദേഹം വളരെ വലിയൊരു ഡോൺ ആണ്. വലിയ ഡോൺ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കബൂഗ ഗ്യാങ് അവരൊക്കെ ഇയാള് വന്നിട്ട് ഇടിക്കാനാണോ നിൽക്കണേ. ഫിസിക്കലായിട്ടൊന്നും അങ്ങനത്തെ ഒരു ഡോൺ ഇറങ്ങി കത്തി കുത്തി കുത്തലെ പരിപാടിയൊക്കെ അതൊക്കെ നമ്മുടെ ഈ ലോക്കൽ ഗുണ്ടകൾ ചെയ്യുന്ന പരിപാടിയല്ലേ. അവരിങ്ങനെ മാറി നിന്നിട്ട് മറ്റൊരു ഫൈറ്റ് ചെയ്യുന്നത് കാണുന്നല്ലേ ഉള്ളൂ. ഇവര് പൊളിറ്റിക്സ് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമുണ്ടോ? പക്ഷേ അവർക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ മുരളി ഗോപി ആണല്ലോ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റേ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ. അതിലും പുള്ളി ഓരോരുത്തരെയും പുള്ളിയുടെ രീതിക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ. ഇപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് യൂട്യൂബിൽ കണ്ട സംഭവം എന്നറിയാം. ഇപ്പോൾ ഈ കേരള സ്റ്റോറി, പിന്നെന്താ കാശ്മീർ ഫയൽസ്, അതൊക്കെ ഇറക്കിയപ്പോൾ നിങ്ങൾക്ക് ആർക്കും പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഇത് ഇറക്കുമ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ചെയ്യാൻ കണ്ടു. പക്ഷേ ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കേരള സ്റ്റോറി ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എത്ര തിയേറ്ററിൽ ഇറങ്ങി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇനി ഇറങ്ങിയ തിയേറ്ററുകളിലൊക്കെ പോലീസിന്റെ പ്രൊട്ടക്ഷനിലൂടെയാണ് കുറച്ച് ആൾക്കാരെങ്കിലും ആ സിനിമ കണ്ടത്. അത്രയധികം എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നതാണത്. അത് ഇറങ്ങാനോ അത് കാണാനോ സമ്മതിക്കുന്നില്ല. അത് കുറച്ച് ആൾക്കാർ അതും കാണാൻ താല്പര്യപ്പെടുന്നുണ്ടാവുമല്ലോ. അതെ, പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു എയ്ച്ച് കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഒന്നാമത്തെ കാര്യം, സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തെലുങ്ക് സിനിമ കണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഫൈറ്റ്സ് ആയാലും ശരി, നിങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ആ ഒരു പുള്ളിയുടെ ഇൻട്രോ ഒക്കെ ഉണ്ടല്ലോ, മേക്കിംഗ് ഒക്കെ വേറെ ലെവൽ. അതായത് മറ്റേ ഹെലികോപ്റ്റർ വരുന്നു, പിന്നെ സൗണ്ടും ചില സ്ഥലങ്ങളിൽ നല്ലത്. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിന്റെ അകത്തൊക്കെ ഉള്ള പുള്ളിയുടെ ആ ഫൈറ്റ് ഉണ്ടല്ലോ, പിന്നെ വാടാന്ന് പറഞ്ഞിട്ടുള്ള ഫൈറ്റ് ഒക്കെ, അത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാവുന്ന ആ സമയത്ത്. ആ തമിഴ് പാട്ട് വരുമല്ലോ, വാരാന്നൊക്കെ പറഞ്ഞിട്ട്, അത് കുറച്ച് അറിയാം ചിലപ്പോൾ ഇഷ്ടമുള്ള. അതെന്തിനാണ് ബാക്കിയുള്ള എല്ലാവരും മറ്റേ ഗൺ പോയിന്റിൽ നിർത്തിയതിനു ശേഷം അതൊക്കെ നിർത്തി വെച്ചിട്ട് പുള്ളി ഫിസിക്കലി ഇറങ്ങി തല്ലാവും അല്ലെ, മറ്റേ ലേസർ വെച്ച് എല്ലാവരും പോയിന്റ് നിർത്തിയതിനു ശേഷം പെട്ടെന്ന് അതൊക്കെ വേണ്ട, ഇതൊക്കെ ഞാൻ നേരിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അതേപോലെ വേറെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇത്ര വലിയൊരു പടമാകുമ്പോൾ നമ്മളിതൊക്കെ ചിന്തിച്ചിട്ട് വേണ്ട ചെയ്യാൻ. കാരണം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമ്മുടെ മഞ്ജു വാര്യറിന്റെ കുറെ സീനുകളുണ്ടല്ലോ, അവർ മറ്റേ സാരിയൊക്കെ കൊടുത്തു വരുന്നു, അല്ലെങ്കിൽ ഒരു സ്പീച്ചിന്റെ സീന്, ആ സ്പീച്ചിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ പുറകിലത്തെ സ്റ്റേജിലൊന്നും ഒരു മനുഷ്യനില്ല, അവർ മാത്രം ഒറ്റയ്ക്കുന്നു. അതൊക്കെ എനിക്ക് കാണുമ്പോൾ ഇനി അവർ വല്ല മറ്റേ VFX ആഡ് ചെയ്യാൻ വിട്ടുപോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ. സാധാരണ ആൾക്കാരൊക്കെ ഇരിക്കുമല്ലോ, അതൊന്നുമില്ല, ഒറ്റയ്ക്ക് അവർ വരിക. അത് ടൊവിനോ പ്രസംഗിക്കാൻ വന്നപ്പോഴാണ്. അത് തന്നെ, വേദിയിൽ ആരുമില്ല, അതും വലിയ വേദി, ഒരു റൂമിന്റെ അകത്തൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് അങ്ങനെ ഒരാളും സംസാരിക്കുന്നു. പിന്നെ എനിക്ക് അവരുടെ ഡയലോഗുകളൊന്നും എനിക്ക് അത്ര വലിയ ക്ലിക്കായില്ല. മഞ്ജു വാര്യരോടുള്ള ഇഷ്ടം കൊണ്ടാണോ അറിയില്ല, അവരോട് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ മഞ്ജു വാര്യരോട് എനിക്കൊരു സഹതാപമുണ്ട്. ആ സഹതാപ തരംഗത്തിൽ എനിക്ക് അല്ല, അവരുടെ റോള് ചെയ്തു കേട്ടോ. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു ത്രില്ല് ആ സമയത്ത് വരുന്നില്ല. ഇപ്പൊ അവര് സ്പീച്ച് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്കത് കേട്ടിട്ട് രോമാഞ്ചം വന്നില്ല. അതാണോ അവര് രോമാഞ്ചം എന്ന് പറയാം. മൂന്നാമത്തെ ഒരു കാര്യം രോമാഞ്ചം എന്നൊക്കെ പറയട്ടല്ലോ, അതിലങ്ങനെ രോമാഞ്ചം തോന്നില്ല. പിന്നെ വെച്ചാല് അവരുടെ അറ്റയർ, അവർ മറ്റേ ഭാരതാംബേനെ പോലത്തെ മറ്റേ ചെയറിലിടുന്ന തുണി പോലത്തെ ഒരു സാരിയെ കൊടുത്തിട്ട് വരില്ലേ, ചെയറിൽ പൊളിറ്റീഷ്യൻസിന് ഒരു തുണി ഉണ്ടാവുമല്ലോ, ഒരു കൊടിയുടെ കളർ, അതേപോലത്തെ ഒരു സാരിയെ കൊടുത്തപ്പോൾ ഞാൻ ഇതെന്തെന്ന് ഞാൻ വിചാരിച്ചു വേറെന്തോ ഗെറ്റപ്പിലാണ് വരുന്നത്. ഇപ്പം നെപ്പോട്ടിസം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നെപ്പോട്ടിസം അല്ലാതെ മഞ്ജു വാര്യറിന് അതിൻ്റെ അകത്ത് എന്ത് റോളാണ് ഉള്ളത്? അവര് മോളായത്, അല്ലെങ്കിൽ ഇപ്പം മറ്റേ പുള്ളി ആയാലും മോളായതുകൊണ്ട് മോനായതുകൊണ്ട് വരുന്നത്, അതിനെ അവര് വലിയൊരു സംഭവമായിട്ട് നോർമലൈസ് ഇല്ല. അപ്പൊ അതൊക്കെ അത് ഓക്കെ എന്നൊരു സൈഡിൽ പറയുന്നു, അതങ്ങ് വിട്ടുകൊടുത്തേക്കുന്നു. നേരെ മറിച്ച് ഇപ്പോഴത്തെ സൈഡിൽ ഡ്രഗ്സിനെ കുറിച്ചിട്ട് പ്രശ്നം പറയുന്നു. അതൊക്കെ ശരി തന്നെ, പക്ഷെ ശരി തെറ്റുകളൊന്നും ഒരു കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ. അത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കരി വരുത്തേക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. തുറന്നു പറയല്ലോ, പാർട്ടീനെ CPM കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ, അത് ഒരു അനാവശ്യമായിട്ടൊരു തള്ളി ഒരു സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ വേണ്ടി പറയുന്നത് പോലത്തെ ഒരു പറച്ചിൽ. പിന്നെ അതുപോലെ തന്നെ ബജറിംഗ് അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ ഇട്ട് ഇതിനെ കറക്റ്റ് ആയിട്ട് എന്തിനാ എനിക്കറിയില്ല. ഓക്കെ, എനിവേ ഇപ്പൊ എന്തോ കട്ട് ചെയ്യാൻ പോവാന്നാണ് കേട്ടത്. നമ്മൾ കട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നാണ് കണ്ടത്. പക്ഷെ ആ കട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. എന്തിനാ കട്ട് ചെയ്യണത്? പുറത്തിറങ്ങി ഓൾറെഡി കട്ട് ചെയ്തതല്ലേ. പക്ഷെ ഇതിനിപ്പോ എന്തൊക്കെ സംഭവം ഉണ്ടാവണമെന്ന് അറിയാം. ആരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ
ഇതിന്റെ ചരിത്രം ഇപ്പൊ ഗുജറാത്ത് കലാപമായാലും ഇതിന്റെ ഗോദ്ര തീവെപ്പിന്റെ കേസായാലും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഗൂഗിളിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഡോക്യുമെന്ററീസ് ഒക്കെ. അപ്പൊ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഗൂഗിളും യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കി ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പൊ എന്താ കേസ് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ ആയി. പക്ഷെ ഇതിൽ എല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അതിൽ ഒരു അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് പ്രശ്നം പറയും. ഇതൊരു തീക്കളി എന്ന് പറഞ്ഞാൽ ഒരു റിസ്കി പരിപാടിയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരിക്കലും, അതായത് രണ്ടാൾക്കാർക്ക് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ പറയുന്നതിന് തെറ്റില്ല, പറയണം എന്ന് തന്നെയാണ് പറയണം. പക്ഷെ അതൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഒരാളോ രണ്ടാൾക്കാരോ ഇരുന്ന് അവരുടെ തലയിൽ ഉദിച്ച ഒരു സംഭവമാണല്ലോ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അവരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും പറയുന്നുണ്ടാവുക. അതിനൊരിക്കലും ഒരു ബാലൻസ്ഡോ നിജസ്ഥിതിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ടോ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് എന്നുള്ളത്. അല്ല, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇവര് ഏത് തരം ഓഡിയൻസിനായിരിക്കും ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മളൊരു ഫിലിം മേക്ക് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ ഇതിപ്പോ ബറോസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണെന്ന് ലാലേട്ടൻ പറഞ്ഞ പോലെ കുട്ടികൾ അവസാനം പറഞ്ഞേ എന്റെ പൊന്നെ രക്ഷിക്കണമൊക്കെ. അപ്പൊ അതേപോലെ ക്ലാരിറ്റി ഇല്ല ആർക്ക് വേണ്ടിയിട്ടാന്ന്, ചിലപ്പോ അവർക്കറിയായിരിക്കും എന്താ. അല്ല, അതന്നെ അറിയാം. നമ്മുടെ ഒരു ഇതിനകത്ത് ഇത് കുട്ടികൾക്ക് പറ്റിയൊരു സിനിമയല്ല. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വെടിയും പുകയൊന്നും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇത് ആരാണ്, പൊളിറ്റീഷ്യൻസിനാണോ ഇത് ഇഷ്ടപ്പെടുന്നത്? അത് ആർക്കും ഇഷ്ടപ്പെടും. ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, പുള്ളിയുടെ ഇൻട്രോ കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു, നമുക്ക് മോഹൻലാൽ, അതായത് നമ്മൾ ആരുടെയും രൂപത്തിനെയോ ഭാവത്തിനെയോ ബോഡി ഷേമിങ്ങോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഒരു ഡോൺ എന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയാം, ബാറ്റ്മാൻ എന്ന് പറഞ്ഞ സീരീസ് ഉണ്ടല്ലോ, ഡാർക്ക് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൽ പെൻഗ്വിൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. അതായത് ഇങ്ങനെ വലിയ തടിയൊക്കെ ഉള്ള ഒരാളാണ്, ഒരു വലിയ കോട്ടൊക്കെ ഇട്ടിട്ട്, അയാളാണ് വില്ലൻ. പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഡോണാണ്. പക്ഷെ അവരുടെ സംസാരമൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അവർ ആ ഒരു പൊസിഷനിലായിരിക്കും. അവർ മറ്റുള്ളവരെ കൊണ്ടാണ് ഫൈറ്റ് ചെയ്യുക, നിൽക്കാറില്ല. അതൊന്ന്. രണ്ട്, ഇപ്പൊ ഇത്ര വലിയ അമേരിക്കൻ ഗാങ് അല്ലെങ്കിൽ ചൈനീസ് ഗാങ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന, അവരുടെയൊക്കെ പേടി സ്വപ്നമായിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഒരു റിയാലിറ്റി ആയിട്ട് കുറച്ചെങ്കിലും ഒക്കെ ഒരു മാച്ച് വേണ്ടേ. അത് സത്യം പറഞ്ഞാൽ മോഹൻലാലിന് എനിക്ക് അതിലോട്ട് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് പുള്ളി അതിലിങ്ങനെ മെഴുകി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു മസിൽ പിടുത്തം പോലെ എനിക്ക് തോന്നി. അവരും കൂടെ ഫിറ്റ് ആവുക, എല്ലാവരും സത്യം പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. ഉള്ള കാര്യം പറയാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇതെന്ത് എന്നുള്ള രീതിയിൽ അയ്യോ അത് മരണ കോമഡി ആയിരുന്നു. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായില്ല കേട്ടോ. അല്ല, ഇക്കണ്ട എന്റെ സംശയം അതല്ല, ഇത്ര ആൾക്കാരെ നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു റോളിലേക്ക് ഒരാളെ കിട്ടില്ല. അത് പുള്ളീനൊന്ന് സൂചിപ്പിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇവര് ഇതിന് മാത്രം ഒന്നും കഷ്ടപ്പെടണ്ട. ഈ പൃഥ്വിരാജ് ആയാലും ആരായാലും നിങ്ങൾ നല്ല നല്ല സിനിമകള്, എത്രയോ സിനിമകൾ എടുക്കാൻ പറ്റും. തുടരും ഒക്കെ. അല്ല, ഞാൻ പറഞ്ഞത് കുറച്ച് ഇപ്പൊ നമ്മൾ ആലോചിക്കും. ഇപ്പൊ നമ്മൾ കുറെ കാലങ്ങളിൽ ലാലേട്ടന്റെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് ഓർക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പേര് നിങ്ങളൊന്ന് പറഞ്ഞേ, കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനിടയിൽ ദൃശ്യം ഓക്കെ, ദൃശ്യം 2 ഓക്കെ, അതിനുശേഷം നിങ്ങളൊന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു സിനിമ നമുക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു സിനിമ. സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ആലോചിച്ചു, എനിക്ക് നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണുണ്ടോ? ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ലാലേട്ടൻ നമ്മൾ മനസ്സിലായിരിക്കുമ്പോഴേ ഒരു പുള്ളിയുടെ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം എന്ന് പറയാം, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഒരു പടത്തിൽ തമാശ, സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ്. ഇപ്പൊ തേന്മാവിൻ കൊമ്പത്ത് കാലം കഴിഞ്ഞു, ഇപ്പൊ തേന്മാവിൻ കൊമ്പത്ത് അല്ലെങ്കിൽ അതേപോലെ യോദ്ധ, അങ്ങനത്തെ ആ സമയത്തുള്ള ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴേ, ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ഇറങ്ങിയ സിനിമകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയ സിനിമ ഒരെണ്ണം വേണമെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് വേണമെങ്കിൽ പറയാം. നല്ലൊരു സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. പിന്നെ ഫാലിമി അങ്ങനത്തെ അത് മതി, അതാണ്. പിന്നെ 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 അങ്ങനെ പറയാനായിട്ട് ഒരു സിനിമ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഈ തുമ്പിനെ കൊണ്ട് കല്ലെടുക്കുന്ന പരിപാടിയിലേക്ക് ഇല്ലാത്ത ബഡ്ജറ്റൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി വേറൊരുത്തം വരുന്നു, കഷ്ടപ്പെട്ട് എന്തിന്, ആർക്ക് വേണ്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് കാണുന്നവരോ സത്യം പറഞ്ഞാൽ ഇതിലൊരു 90% ആൾക്കാർ ഈ സിനിമ കണ്ട എങ്ങനെയാണെന്ന് അറിയാം, അയ്യോ ഇത്ര വലിയ സംഭവമായിരുന്നു, നമ്മൾ കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോവോ എന്ന് കരുതി പോയി കാണുന്ന ആൾക്കാരാ. കണ്ടിട്ട് ആൾക്കാർ അയ്യേ ഇത്രയേ ഉള്ളോ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട ലൂസിഫർ ആട്ടോ. പക്ഷെ ഈ മൊത്തത്തിലുണ്ടല്ലോ ഒരു ഫിലിമായിട്ട് ഇതിനെ ടോട്ടാലിറ്റി നോക്കും, മേക്കിംഗ് ഒക്കെ നല്ല രസമാട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ, കുറെ മരുഭൂമി, ഡെസേർട്ട്, ഈ ഹെലികോപ്റ്ററൊക്കെ ഞാൻ ഈ അടുത്ത് വേറൊരു പുള്ളിയുടെ ഇത് കണ്ടു യൂട്യൂബില്. അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയത് അത്രയൊക്കെ. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ. അതന്നെ. അതും പിന്നെ കുറെ ഫസ്റ്റ് അരമണിക്കൂറത്തെ സീൻ ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യയിലത്തെ,
അതൊക്കെ പക്കായിരുന്നു. പിന്നെ ഈ മഞ്ജു വാര്യരിനെ പുള്ളി കാട്ടിൽ വെച്ച് രണ്ടാമത്തെ സേവ് ചെയ്യണ സീൻ ഉണ്ടല്ലോ, അതില് എനിക്ക് ചിരി വന്നു കേട്ടോ. അതിലൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോലീസ് വന്നിട്ട് ചോദിക്കണേ, സോറി ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, എന്ത് പറ്റി? അവിടെ ഒരു മരം നിന്ന് കത്താണ്. പുള്ളി അതൊന്നും ഫയർ ഫോഴ്സ് ഒന്നും ഇല്ല. ഇതാണ് ആൾക്കാര് പറയുന്നത് കഥയിൽ ചോദ്യമില്ല, കഥയായിട്ട് കാണണം. പക്ഷെ എനിക്ക് തോന്നിയല്ലോ, കാരണം അതൊരു IUFന്റെ വലിയൊരു പരിപാടി, എല്ലാവരും ഉറ്റു നോക്കുന്ന ഒരു പരിപാടി. അതിന്റെ ഇടയിൽ പോലീസില്ല, ഒന്നുമില്ല, പോലീസില്ല, സെക്യൂരിറ്റി ഇല്ല, മണ്ണെണ്ണക്കുപ്പി വലിച്ചെറിയുന്നു. അതൊക്കെ എന്തോ ഒരു ഇത്ര അതായത് നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു സീൻ, അതായത് നമുക്കൊന്നും ഒരു ഇന്റലിജൻസ് ഇല്ലാത്ത മണ്ടന്മാരാണ് എന്ന് വരുത്തി തീർക്കുന്ന പോലത്തെ സീൻ. നമുക്കിത് കാണുമ്പോൾ ഇത് തോന്നുമല്ലോ. അപ്പൊ ഇവർ ആദ്യം ആലോചിക്കണ്ടേ, അയ്യോ ഇത് ആൾക്കാർ ചോദിക്കൂട്ടോ, ഇവിടെ എന്താ ഇവിടെ സീറ്റിൽ ആരും ഇല്ലാത്ത സ്റ്റേജില്, അല്ലെങ്കിൽ ഇത്ര വലിയ മോഹൻലാൽ എങ്ങനെ ഇവിടെ വന്നു, അതും ഇന്ന് 10-15 മറ്റേ ലേസറൊക്കെ വെച്ചിട്ട് ആൾക്കാരുണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ ഇത് എങ്ങനെ, ഇതൊക്കെ ചോദിക്കുമല്ലോ ആൾക്കാർ. എന്റെ സംശയം ഈ എമ്പുരാൻ എന്ന് വെച്ചാൽ എന്താണ്? ഓവർലോഡ് അങ്ങനെയാണ് എഴുതി കാണിച്ചത്. അല്ല, എമ്പുരാൻ എന്ന് പറഞ്ഞ വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ തമ്പുരാൻ തമ്പ്രാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു പാട്ടിലുണ്ട്, ഭക്തിഗാനത്തിലുണ്ട്. ആണോ എമ്പുരാൻ? എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് ഇവരെ സിനിമയിലെ പാട്ടല്ലേ? അല്ലല്ല, ഒരു ഭക്തിഗാനത്തിലുണ്ട്, ഒരു ശിവഭക്തിഗാനത്തിൽ. ശിവന്റെ പേരാണോ? ശിവന്റെ ഈ തമ്പുരാൻ എംബറർ എന്നൊക്കെ ഉള്ളതിന്റെ എന്തോ ശബ്ദമാണ്. ലൂസിഫർ ഇപ്പൊ നമുക്കറിയാം എന്താ ചെകുത്താന്റെ എന്തോ അർത്ഥമാണ് വരുന്നത്. ഈ എമ്പുരാൻ എന്താ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി. എല്ലാം എന്റെ അറിവുറവാണ് കേട്ടോ. ഇദ്ദേഹം അവസാനത്തെ ടൈലന്റ് കാണണമെന്ന് പറഞ്ഞല്ലോ, സ്ക്രോൾ ക്രെഡിറ്റ്സ് കാണണമെന്ന് പറഞ്ഞല്ലോ പൃഥ്വിരാജ്. അതിന്റെ പേരിൽ ഞാനും 1-2 പേരും കൂടെ ഇരുന്ന് കണ്ടു. അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ചില്ലെങ്കിൽ പേരെഴുതി കാണിക്കുന്നത് കണ്ടിരുന്നിട്ട് അടുത്ത ഷോയ്ക്ക് അവർക്ക് ക്ലീൻ ചെയ്യണല്ലോ. അവർ പറഞ്ഞു എനിക്ക് ചോദിക്കോ, ഞാൻ ചേട്ടാ പൃഥ്വിരാജ് പറഞ്ഞതാണോ, ഞാൻ വെയിറ്റ് ചെയ്യണത്. ഞാൻ വിചാരിച്ച അവസാനം എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാവുന്നു. അപ്പൊ ആ ക്ലീൻ ചെയ്യാൻ വരുന്ന പിള്ളേര് പറയാം, ചേട്ടാ ഒന്ന് പോവോ, അടുത്ത ഷോയ്ക്ക് ക്ലീൻ ചെയ്യണം. സത്യം ഇവര് ഈ കുറെ ഇല്ലുമിനാറ്റി, സിർക്കാട എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അവർ ഈ ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന കുറെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ ഇവിടേക്ക് ഇങ്ങനെ മേമ്പൊടിക്ക് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഈ കഥയ്ക്ക് സത്യം പറഞ്ഞാൽ വലിയ ഡെപ്ത് ഒന്നും ഇല്ല. ഇതിങ്ങനെ ഓരോരുത്തർക്ക് ഓർത്ത് നിൽക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ഇത് തോന്നുന്നു ഒന്നുമില്ല ഇതിനകത്ത്. ഇല്ലെന്നേ ബാലയ്യന്റെ പടം. ഞാൻ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കാറി കയറിയപ്പോ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത് എന്താണെന്ന് പോലും ഞാൻ മറന്നു. എനിക്ക് ഓർമ്മ പോലും ഡെപ്തില്ല. ഈ ഫാലിമി കണ്ടപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു ലേസി ഫാദർ നമുക്ക് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും കമന്നിടന്ന് ഞാൻ ചിരിച്ച പടം വേറെ ഉണ്ടായില്ല ഫാലിമി. അതെ, അപ്പൊ അത് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. അല്ല, ഈ ഫാലിമി ഒക്കെ കാണുമ്പോഴേ നമുക്ക് തോന്നും ഇവര് കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവർക്ക് വേണമെങ്കിൽ ഉഴപ്പി ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറഞ്ഞ് എടുക്കാൻ വരുന്നു. പക്ഷെ അങ്ങനെയല്ല, അവരെ കുറച്ച് ഇത് വേണ്ട, അത് വേണം, ഇങ്ങനെ മതി, സട്ടിലായിട്ട് മതി എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടാവുമല്ലോ. അതാണ് പണിയെന്ന് ഉദ്ദേശിച്ചത്, വേറൊന്നല്ല. അപ്പൊ നമ്മളോടുള്ള ഒരു റെസ്പെക്ട് ആണത്, കാണുന്നവരോടുള്ള ഒരു റെസ്പെക്ട്. ഇതിൽ അങ്ങനെയില്ല. ഇതില് ഏതായാലും മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ഹൈപ്പിടപ്പ് പരപ്പടം അല്ലേ? അല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇത് കാണുമായിരിക്കും. അത് എനിക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായെന്ന് അറിയാം. ഈ പടത്തിന്റെ ആയാലും ഇതിനു മുമ്പുള്ള കുറെ പടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് എപ്പോഴൊക്കെ ആൾക്കാര് ടൂ മച്ച് പ്രൊമോഷൻ ചെയ്യുന്നു. അതായത് ഒരു 10-25 ചാനലുകളിൽ ഒരേ ഉടുപ്പിട്ടിട്ട് ഒരേ ദിവസം ഇന്റർവ്യൂ കൊടുക്കല്, ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ പടം ഒരാഴ്ചക്ക് അപ്പുറം പോകില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഫസ്റ്റ് ദിവസങ്ങളിൽ മാക്സിമം ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്യാം. അല്ലാന്നുള്ളവരും ഉണ്ടാതിരിക്കും, കാരണം അവർക്കറിയാം ആൾക്കാർ പറഞ്ഞു. ഇപ്പൊ യൂട്യൂബിൽ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ സിനിമ മുഴുവൻ കണ്ടിട്ടില്ലായിരുന്നു, പ്രിവ്യൂ ഷോ പുള്ളി കണ്ടിട്ടില്ല, പുള്ളിയുടെ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ എന്തിനായാണ്? അതൊരു ഉത്തരവാദിത്തമില്ല. ഇപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ട് ഇദ്ദേഹം കഥ കേൾക്കുന്നില്ല, വേറെ ആരോ കഥ കേൾക്കുന്നു, അവര് സജസ്റ്റ് ചെയ്യുന്നു, ഇദ്ദേഹം പോയി അഭിനയിക്കുന്നു. ഇപ്പൊ ഇദ്ദേഹം അഭിനയിച്ച സിനിമ ഇദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. വിവാദമാകുമ്പോ മാത്രമാണ് അയ്യോ ഞാൻ അറിഞ്ഞു. ഇതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ന്യായീകരിക്കുന്നതിലൊക്കെ. പക്ഷെ ഇതുണ്ട്, ഇപ്പൊ നാളെ തുടരും കാണുമ്പോൾ ചിലപ്പോ നമുക്ക് സ്നേഹം അല്ലല്ല നമ്മള് പോയി കാണും കേട്ടോ. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഒരു പേഴ്സണലല്ല. കാര്യം ഇപ്പൊ കുറച്ച് കാലമായിട്ട് മമ്മൂട്ടി കുറച്ചും കൂടി നല്ല രീതിയിൽ സെലക്റ്റീവായിട്ടും ഒക്കെ ചെയ്യുന്ന പോലെ തോന്നുന്നു. പുള്ളിയുടെ ടീം എനിക്ക് മമ്മൂട്ടി കമ്പനി അവര് വൃത്തിയായിട്ട് കുറച്ചുകൂടി റിസ്ക് കൊടുക്കുന്നുണ്ട്. അവര് ചില സബ്ജക്ട് ഒക്കെ സാധാരണ പുള്ളി അതിന് എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും റിസ്ക് എടുത്താലും അത് വൃത്തിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതെ, അതിനൊരു പോയിന്റ്സ് കൊടുക്കും. അത് എനിക്ക് പുള്ളിയോട് സത്യം പറഞ്ഞാൽ പുള്ളി കുറച്ച് സെലക്റ്റീവായിട്ടും നല്ല രീതിയിലും വ്യത്യസ്തതയോടെ പിന്നെ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. വേറെ ആൾക്കാർ കഥ കേട്ടിട്ട് സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം അഭിനയിക്കാൻ പോകുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് അറിയണ്ടേ എന്താ കഥ? അവിടെ ഒരു ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണ് പുള്ളിയുടെ. ഇപ്പൊ ഞാൻ വേറെ പല യൂട്യൂബ്സിലൊക്കെ കാണുമ്പോൾ ഈ പഴയ സംവിധായകരുണ്ടല്ലോ, മറ്റേ സിബി മലയിൽ, സത്യനന്ദിക്കാട്, അങ്ങനത്തെ കുറെ ആൾക്കാർ, അവർക്കൊന്നും ഇപ്പൊ ഈ ലാലേട്ടൻ്റെ അടുത്ത് അപ്രോച്ചബിൾ ഇല്ല, ആക്സസ് ഇല്ല.
കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 100 ആൾക്കാരോട് പോയി കഥ പറഞ്ഞ് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് മാറ്റി പിടിച്ചൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ആരെങ്കിലും മെനക്കിടാന്ന് സുരേഷ് കുമാർ പുള്ളിക്ക് പോലും ആക്സസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആരോ പറയണല്ലോ പുള്ളി ഇത് ഇറങ്ങിപ്പോയപ്പോ പുള്ളി വലിയ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഇറങ്ങിപ്പോയെന്ന് സിനിമ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. ലാലേട്ടൻ സിനിമ കണ്ടിട്ട് ഇറങ്ങിപ്പോയ സീൻ ഉണ്ടല്ലോ, അപ്പൊ അതില് പുള്ളി വലിയ പ്ലസന്റ് ആയിരുന്നില്ല, പുള്ളി ഹാപ്പി ആയിരുന്നില്ല കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അറിയില്ല, നമുക്ക് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ആരോടും പേഴ്സണൽ ആയിട്ടില്ലടോ, നമ്മള് ഓപ്പൺ ആയിട്ട് പറയാം. കാരണം ഇവരൊക്കെ തന്നെയല്ലേ ഇനി നല്ല പടങ്ങൾ ചെയ്യേണ്ടത്. പൈസ കിട്ടട്ടെ, കാരണം അവർ വിഷമിച്ചിട്ട് ഇനി അല്ല. പക്ഷെ അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഇത്രയും പൈസ നിങ്ങൾക്ക് ജനങ്ങളുടെ അടുത്തേക്ക് ആക്സസിനോ അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസിബിൾ ഇതിന് മാത്രം പൈസ ഒന്നും ചിലവാക്കി ഇതുപോലെ ഹെലികോപ്റ്ററുകളും തോക്കും ഗണ്ണും ബഹളവും ഒന്നിന്റെ ആവശ്യമില്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാവുന്നില്ല ഇവർക്ക്. എനിക്ക് തോന്നുന്നത് ഇവര് പലപ്പോഴും ഒരു സെൽഫ് ഇംഗ്ലീഷ് പറയും ഈഗോ മസാജ് എന്ന് പറയും. അതായത് ഞാൻ എടുക്കുന്ന പടം ജെയിംസ് ബോണ്ട് ലെവലിലായിരിക്കണം, അവിടെ 15 ഹെലികോപ്റ്റർ വരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പിടിവാശിയൊക്കെ ഓടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ചിന്തിക്കുന്നുള്ളതൊക്കെ സെക്കൻഡറി ആയി പോകും. അപ്പൊ അവരെ തന്നെ ഒന്ന് ഞാൻ ഇങ്ങനെയായിരിക്കും. അതായത് ഞാനിപ്പോ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ റോൾസ് റോയ്സ് എടുക്കൂ എന്നുള്ളൊരു ചിന്ത ഇതിലും വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് വേറൊന്നും അതില് ഫാക്ടർ അല്ല. ഒരു മാനസികമായിട്ടൊരു വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അല്ല, നമ്മൾ അത്ര പ്രതീക്ഷിച്ചൊക്കെ പോയി കണ്ടോട്ടോ, അമ്മാര് ഹൈപ്പായിരുന്നല്ലോ. പക്ഷെ ഇതാട്ടോ എല്ലാവരും ഓർത്ത് വെച്ചോ, ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്ത് ഭയങ്കരമായിട്ട് തള്ളിമറിച്ച സിനിമകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ അത്യാവശ്യം എല്ലാവരും പോയി കാണുന്നത് കുഴപ്പമൊന്നുമില്ല. അവർ ഇത്രയും പൈസ മുടക്കി ഇത്രയും ഹെലികോപ്റ്ററും ഇത്രയും രാജ്യങ്ങളിലും ഒക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ടെക്നിക്കലി പെർഫെക്റ്റ് ആണ് കേട്ടോ, പക്ഷെ എന്തോ എവിടെയോ ഒരു സോൾ അതിന്റെ പോയി. അതെ, അതിനകത്ത് ആവശ്യമില്ലാത്ത പൊളിറ്റിക്സ് കുത്തിക്കയറ്റി അതിനെ വിഭാഗീയത ഉണ്ടാക്കി പ്രേക്ഷകരിൽ തന്നെ ഒരു ചേരിതിരിവ് ഉണ്ടാക്കാനും ആരൊക്കെയോ സന്തോഷിപ്പിക്കുന്നു, ആരൊക്കെയോ വെറുപ്പിക്കുന്നു. ഒരു കാര്യം ഉറപ്പിച്ചോ, ഒരാൾ സന്തോഷിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഗ്രൂപ്പ് വെറുക്കപ്പെടും, അല്ലെ, വെറുപ്പിക്കപ്പെടും. അല്ല, അതില് എന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനെ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടൊക്കെ പറയണം, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് ഒന്ന് തുറന്നു പറയൂ. അതിന് ആരെവിടെ വേണ്ടെന്ന് നമ്മൾ എത്രയോ പൊളിറ്റിക്കൽ സിനിമാസ് കണ്ടിട്ടുണ്ട്. ലാൽ സലാം അതങ്ങനെ ചെയ്യും. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തന്നെ അതിനകത്ത് ഇവിടെ ഓടാൻ സമ്മതിച്ചില്ലല്ലോ, അധികം ഓടിയിട്ടില്ലല്ലോ. ഓടിയിട്ടില്ല. അല്ല, ഇപ്പൊ നമ്മൾ ലാൽ സലാം സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ നല്ലൊരു സിനിമയാണ്. അതിന് സോൾ ഉണ്ട്. അത് വെറുതെ ഒരു ഇവരെ ഒന്ന് സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ ഇവരെ ഒന്ന് വെറുപ്പിച്ചേക്കാം ആ സാധനമല്ല. കഥ ഡിമാൻഡ്സ്. അതെ, അതുമായിട്ട് കൃത്യമായിട്ട് നിങ്ങളെ ലാൽ സലാം ഒക്കെ വേണമെങ്കിൽ എടുത്ത് കാണണം കേട്ടോ. അത് റിയൽ ആയിട്ടുള്ള ഒരു നല്ല കരുത്തുള്ള സിനിമ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഓക്കെ, നമുക്ക് അത് കാണുമ്പോൾ ഒരു പാർട്ടിയോട് ദേഷ്യമോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിയോട് ഇഷ്ടമോ തോന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സന്ദേശം അതിനകത്ത് എന്തായാലും നമ്മളിപ്പോ അതിന് വേറൊന്നും പറയുന്നില്ല. ഇതിപ്പോ നമ്മള് സിനിമ റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നല്ല കേട്ടോ. ഞങ്ങളിത് കണ്ടു, ഇത്രയും ഹൈപ്പുള്ള ഒരു സിനിമ ഞങ്ങളും കണ്ടു. ഞങ്ങൾ 15 ടിക്കറ്റ് എടുത്തതിൽ 13 പേര് വന്നോളൂ, 2 പേര് വന്നു. ഞാൻ 2 സീറ്റ് വേക്കന്റ് ആയിരുന്നു. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട് പറയാൻ. പൃഥ്വിരാജിന്റെ ഇൻട്രോ മാസായിരുന്നു കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ ജെയിംസ് ബോണ്ടിന്റെ പേര് നിങ്ങൾ ഇറങ്ങിപ്പോയി ആ സമയത്ത് മറ്റേ പ്രാവൊക്കെ പറന്നിട്ട് മറ്റേ ലൂസിഫറിൽ സത്യം പറഞ്ഞ എനിക്ക് ചിരി വന്നു. മറ്റേ ഇത് അങ്ങനെയല്ലല്ലോ പുള്ളി അത് കൊള്ളായിരുന്നു. അല്ല, മറ്റേതിനകത്ത് ഇങ്ങനെ ജി ഭായിജാൻ ഏക് ഇഷാറ ഭായിജാൻ എന്നൊക്കെ ഒരു മസിലൊക്കെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ. ഒന്നാമത്തെ കാര്യം ഹിന്ദി കേൾക്കുമ്പോൾ ഈവൻ ഇംഗ്ലീഷ് ഡയലോഗുകളും ഇതിൻ്റെ അകത്ത് പറയണത് മറ്റേ ഇംഗ്ലീഷുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലത്തെ പറയണം. കാരണം മലയാളം തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിൽ പറയണം, അത് പോട്ടെ. പിന്നെ അതിൽ വലിയ സംഭവമല്ല. L3 ദൈവത്തെ ഓർത്ത് ആ തമിഴ് പാട്ട് മാറ്റി വേറൊരു പാട്ട് വയ്ക്കും കേട്ടോ. നമ്മൾ തമിഴ് തന്നെ വെച്ചോ, പക്ഷെ വേറൊരു പാട്ട് മറ്റേ വാറണ്ടോ അതൊക്കെ പെട്ടെന്ന് ചാടി വരുമ്പോഴേ അയ്യോ തമിഴ് പാട്ടായിരുന്ന നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ റിവ്യൂ പറയണം എന്നാണ്. കാരണം ഒരുപാട് നല്ല സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കപ്പെടേണ്ട സിനിമകളല്ലേ, കാരണം അതിന്റെ പിന്നിലുള്ള എഫേർട്ട് ആൾക്കാർ കാണണ്ടേ. അതൊരു കൊച്ചു സിനിമ ആയതുകൊണ്ട് അത് പരാജയപ്പെട്ടു പോരുതല്ലോ, അവർക്കൊരു പ്രോത്സാഹനം വേണം. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ കുറച്ച് നമ്മുടെ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. അമ്മ നല്ല ലാസ്റ്റത്തെ അത് നല്ല സിനിമയാണെന്നാണ് പലരും പറഞ്ഞത്. പക്ഷെ അത് അറിയില്ല, വന്നെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പൊ അങ്ങനത്തെ കുറേ സിനിമകളുണ്ട്, അതിനൊക്കെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ പ്രോത്സാഹനം കൊടുക്കേണ്ടത്. ഇതിനും കൊടുക്കണം, ഇല്ലാന്നല്ല. കുറെ ആൾക്കാർക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ബഹളവും ഹെലികോപ്റ്ററും തോക്കും വെടിയും ഒക്കെ ചിലപ്പോ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ.
അങ്ങനത്തെ സിനിമകളുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയായിട്ട് ഇതിനുള്ളൂ. ഇതിന് വലിയൊന്നുമില്ല. കുറേ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാം എന്നുള്ളത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാട്ടോ. അങ്ങനത്തെ ഒരു സിനിമ പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ ആയാലും തുടരുമ്പിൽ നമുക്ക് ലാലേട്ടനെ തിരിച്ചു വരുമ്പോൾ പ്രതീക്ഷിക്കാം അല്ലേ? അതിന്റെ അയൽവക്കക്കാരൻ രക്ഷപ്പെടട്ടെ, എല്ലാരും രക്ഷപ്പെടട്ടെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്താം. ഇതിപ്പോ ഇത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയേണ്ടതാണെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.